ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. വെറും ഒരു കപ്പ് റവയും കൊണ്ട് നമുക്ക് ഇന്ന് ഒരു അടിപൊളി പപ്പടം തയ്യാറാക്കിയാലോ. പരത്തുമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പപ്പടം തയ്യാറാക്കാം. ഈ ഒരു പപ്പടം നമുക്ക് ടെപ്പിലൊക്കെ ആക്കിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്തെടുക്കാം. അതായത് പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു പപ്പടത്തിന് കാരം, അതായത് പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ടെൻഷനും ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് വളരെ നൈസായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. സ്റ്റോറൊക്കെ ചെയ്ത് വെക്കാം. വേനൽക്കാലത്ത് നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം വളരെ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പപ്പടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം, അതായത് നമ്മുടെ ഈ ഒരു പപ്പടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തിരി തരി കൂടുതലുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് എന്താ ചെയ്യുക, ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മുടെ ഈ ഒരു കപ്പ് റവ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നൈസായിട്ടുള്ളൊരു റവയാണെങ്കിൽ നിങ്ങൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് അടിത്തട്ടിയുള്ള നല്ലൊരു കടായി എടുക്കാം. കടായി നമ്മൾക്ക് ഏത് കടായി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. അതായത് ഒരു കപ്പ് റവയ്ക്ക് നമുക്ക് 8 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അതായത് ഡബിളാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. റവ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ പപ്പടം തയ്യാറാക്കുമ്പോൾ നല്ല നൈസായിട്ട് നമ്മൾ കൈവിരലുകൾ കാണുന്ന അതുപോലെ നൈസായിട്ടാണ് നമ്മുടെ പപ്പടം ഉണങ്ങി കിട്ടുന്നത്. അപ്പം നമുക്ക് ഒരു കപ്പ് റവയ്ക്ക് 8 കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ. ഏത് കപ്പിലാണ് നിങ്ങൾ അളന്നെടുക്കുന്ന റവ, അതേ കപ്പിൽ വേണം നമുക്ക് വെള്ളം അളന്നെടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് ജീരകം ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് നമ്മുടെ വത്തലമുളക് ചതച്ചത് അതും കൂടെ ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് അരിമുളക് ചേർക്കാം. അത് ഓപ്ഷനാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ബോയിലായി വരുന്നിടം വരെ, അതായത് ബോയിൽ ആവണ്ട, ഏകദേശം ബോയിലായി വരുന്ന ആ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് റവ ചേർക്കാം. നോക്കിക്കോളൂ, ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് റവ കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് പോകണം കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, കട്ടയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ പോവാം. റവ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അടിയിൽ പിടിക്കാതെ നന്നട്ടയൊന്നും വരാണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുറച്ച് മിക്സ് ചെയ്ത് ഏകദേശം ഒരു കുറുക്ക് പരുവ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വത്തലമുളകിൻ്റെ ആ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പച്ചമുളക് ചതച്ച് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എരിവ് ഒട്ടുമേ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ആ ജീരകം ബാക്കി കാര്യങ്ങളൊക്കെ മാത്രം ചേർത്താൽ മതി കേട്ടോ. മുളകൊക്കെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ കളറിന് ചേഞ്ചസ് ഉണ്ടാവും, അതും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ച് നോക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് സൈഡിലോട്ടൊന്ന് ചുറ്റി വെച്ചതിന് ശേഷം ബാക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് സൈഡിലോട്ട് ഒഴുകി പോവാണ്ട് തന്നെ അതുപോലെ തന്നെ സ്റ്റക്കായി ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് ഇത് കറക്റ്റ് ഫോമാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയായി എന്നുള്ള ടെക്സ്ചർ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതായത് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ചെറുതായി ലൈറ്റായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം, നല്ല ചൂട് വെള്ളം നമുക്ക് തിളപ്പിച്ച് ഒരു ഗ്ലാസ്സിലും റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് പപ്പടം തയ്യാറാക്കുമ്പോൾ ഇടയ്ക്കൊരു കുറുകി തോന്നുമ്പോൾ നമ്മൾ അതിലോട്ട് ഒന്ന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതുപോലെ ഒരു ഷീറ്റ് വിരിക്കുക. അതായത് നിങ്ങളുടെ പ്ലാസ്റ്റിക് ഷീറ്റോ എന്താ ഷീറ്റ് ഉള്ളത് ഇതുപോലെ വിരിച്ചതിന് ശേഷം തവിയും കൊണ്ട് ഇതുപോലെ പപ്പടത്തിൻ്റെ ഷേപ്പിലോട്ട് ഒന്ന് ചുറ്റി അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. വെയിലത്താണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം നന്നായിട്ടൊന്ന് പപ്പടത്തിൻ്റെ ഷേപ്പിലോട്ട് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ.
നല്ല എളുപ്പത്തിൽ തന്നെയല്ലേ നമുക്ക് ഇതൊന്ന് സെറ്റാകാൻ പറ്റുക. അതാ നോക്കിക്കോളൂ, നല്ല വെയിലും വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെയിലത്തോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ, ഒരു ദിവസത്തിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പപ്പടം ഉണങ്ങി കിട്ടുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക, പതിയെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം കേട്ടോ. വിടിയിപ്പിച്ചിട്ട് മറിച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും അടുത്ത സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടും. നോക്കിക്കോളൂ, ഇതുപോലെ പതിയെ ഒന്ന് റിമൂവ് ചെയ്താൽ മതി. അതിനുശേഷം നോക്കിക്കോളൂ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ പപ്പടം ഉണങ്ങി കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ പപ്പടം എല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വെയിലത്തും കൂടെ, ഒറ്റ ദിവസത്തെ വെയിലത്തും കൂടെ നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം നല്ല ചൂടാണെങ്കിൽ, നല്ലൊരു വെയിലുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഉണക്കിയതിന് ശേഷം കിട്ടിയതാണ് നമ്മുടെ ഈ ഒരു പപ്പടം. അപ്പോൾ നോക്കിക്കോളൂ, 2 ഡെപ്പി നിറച്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല നമ്മുടെ കൈയിൻ്റെ വിരൽ കാണും, അതുപോലെ നൈസായിട്ടാണ് നമ്മുടെ ഈ ഒരു പപ്പടം നമുക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത്. കുറേ നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ ടൈറ്റായിട്ട് കണ്ടെയ്നറിലൊക്കെ നമുക്ക് ആക്കി വെച്ചതിന് ശേഷം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലെ കുറേ റെഡിയാക്കിയ ശേഷം നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. വെറുതെ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനൊക്കെ പറ്റിയൊരു പപ്പടമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഫ്രൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഒരു കടായി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഓയിൽ ചേർത്ത്, ഓയിൽ ചൂടായോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പപ്പടം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിം വെക്കാൻ പാടില്ല. ഫ്ലെയിം ഹൈ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ചൂടായതിന് ശേഷം വേണം ഫ്ലെയിം നമുക്ക് മീഡിയം ടു ലോ വെച്ചതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണയെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അധികം എണ്ണ പാഴാക്കണ്ടല്ലോ എന്നോർത്താണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഓരോന്ന് ബാക്കി ആവശ്യത്തിനനുസരിച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പപ്പടം കൂടെ നമുക്ക് ആവശ്യമനുസരിച്ച് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മുടെ റെഡി ആയി കിട്ടിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഉപ്പും എല്ലാ കാര്യങ്ങളും പാകത്തിനുള്ള നമുക്ക് നോക്കിയാൽ മതി. പിന്നെ വെയിലത്ത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. തുള്ളി പോലും ഉണങ്ങാത്ത ഭാഗം ഉണ്ടാകാൻ പാടില്ല, പെട്ടെന്ന് കേടായിപ്പം. സോ നോക്കിക്കോളൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ പപ്പടമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈസിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കാം. ഒരു എന്താ പറയുക, നമ്മുടെ പ്രിസർവേറ്റീവോ ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നല്ല സേഫ്ലിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തേനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.